ഗൈസ്, എല്ലാവർക്കും അല്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി കറിയുടെ റെസിപ്പിയായിട്ട് വന്നേക്കുന്നത് വറുത്തരച്ച തീയൽ വയ്ക്കുക. അതിന് തേങ്ങ വറുക്കാൻ ആവശ്യമായ തേങ്ങ, പിന്നെ ഈ തേങ്ങ വറുക്കുന്നതിലിടാൻ വേണ്ടി ഒരു 7-8 കൊച്ചുള്ളി, പിന്നെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഇത്രച്ച് വലിപ്പമുള്ള 2 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ഇതിൽ അരിഞ്ഞിട്ട് വേണം വറുക്കാൻ. പിന്നെ ആവശ്യത്തിന് ഒരു 3-4 കഷ്ണം പച്ചക്കുരുമുളക്, 3-4 കഷ്ണം ഉണക്കിയ കുരുമുളകും കൂടി, പൊടിച്ചതല്ല അല്ലാത്ത കുരുമുളകും കൂടി ഇട്ട് വറുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ വറുക്കാനുള്ള തേങ്ങയിലേക്ക് ഇഞ്ചിയും കൊച്ചുള്ളിയും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വറുക്കാം. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം പറ്റിയതിന് ശേഷം തേങ്ങ ഇട്ട് വറുക്കാം. അങ്ങനെ ചട്ടിയിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് കൊടുത്ത് ഇളക്കണം, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. തീ കുറച്ച് ഇളക്കിയെടുക്കണം. ഈ തേങ്ങ നല്ലപോലെ മൂത്തതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ലൊരു പൊടികളെല്ലാം പച്ചമണം മാറി നല്ലപോലെ മൂത്ത് വരണം. ഇത്തിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് അരച്ചെടുക്കാം. നമ്മളിന്ന് വറുത്തരച്ച തീയലിന് പിന്നെ എടുക്കുന്നത് മുള്ളാത്തി ചക്ക വെച്ചാണ് വറുത്തരച്ച തീയലും, പിന്നെ ചക്കക്കുരും ചെറിയ ഉള്ളി ഇട്ടാണ് തീയൽ വയ്ക്കുന്നത്. ഇനി ഇത് നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ നമ്മൾ മുള്ളാത്തി ചക്കയും ചക്കക്കുരും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ അരയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പുളി ഇടണം. ആവശ്യത്തിന് പുളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചിട്ട് വേണം. നമ്മൾ ഉള്ളി, ചക്കക്കുരു, മുള്ളാത്തി ചക്കയും കൂടെ കണ്ടിച്ച് കഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം. നമുക്ക് തീ കിടന്ന് എരിയുന്നുണ്ട്. അടുപ്പിലോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം പറ്റുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഈ ഉള്ളിയും മുള്ളാത്തിച്ചക്കയും ചക്കക്കുരും എല്ലാം കൂടെ വഴറ്റണം. നമ്മൾ ചട്ടിയിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടുക് വറുത്താണ് ഇട്ട് വഴറ്റിയെടുക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി അത് മൂത്ത് വരട്ടെ. കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് മൂക്കട്ടെ. അടുപ്പിന് നല്ല തീയുള്ളത് ചൂടടിക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഉള്ളി കരിവേപ്പില നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മുള്ളാത്തി ചക്കയും കൊച്ചുള്ളിയും ചക്കക്കുരും കൂടി ഇട്ട് കൊടുക്കുക.
നല്ലപോലെ ഇളക്കി. നമ്മൾ തീയൽ റെഡിയായി വരുവാണ്. അതെല്ലാം വേണ്ടപ്പോൾ ഞാൻ അരപ്പൊഴിച്ചായിരുന്നു, അത് കാണിക്കത്തില്ല. എൻ്റെ തീയൽ പറ്റി വരുന്നുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ കറി ആയിട്ടുണ്ടല്ലോ. തീ പിരിച്ചിട്ടേക്കുന്നു. നമ്മളെ കറി നല്ല പറ്റി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ മുള്ളാത്തിച്ചക്ക തീയൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ തീയലാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കനും കൂടി ടച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.